بسم الله الرحمن الرحيم إليك أنت صباحي مصفد بمسايا فاسكب ضياءك إني ظمآن ضل صدايا إليك أنت صباحي مصفد بمسايا فاسكب ضياءك. السلام عليكم. മാഷാ അല്ലാഹ്, ഗുഡ്. എല്ലാവരും ചായയെല്ലാം കുടിച്ചതല്ലേ? നല്ല ഫുഡ് കഴിച്ചിട്ടില്ലേ? ഉണക്ക ബിസ്ക്കറ്റ് തിന്നിട്ടല്ലല്ലോ ഒന്നിന്. അത് തിന്നാലുണ്ടല്ലോ ഉസാറുണ്ടാവില്ല, എപ്പോൾ ഉറങ്ങിയ പോലെ ഉണ്ടാവും. അത് മാറ്റണേ. അപ്പം നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം രാവിലെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താ തുടക്കം എന്നറിയോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. കുറേ ഗ്ലാസുകളും അതിൻ്റെ മുകളിൽ അക്ഷരങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടല്ലേ? അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ അക്ഷരത്തിൻ്റെ ഓരോ ഗ്ലാസിൻ്റെ മുകളിൽ ഒട്ടിച്ച അക്ഷരം നിങ്ങൾ കണ്ടു. അപ്പം ഞാൻ വിളിക്കുന്ന ആള് ഞാൻ പറയുന്ന അക്ഷരം എടുത്തിട്ട് ഗ്ലാസ് ഒന്ന് ഉടക്കണം കേട്ടാ. ഗ്ലാസ് ഒന്ന് ഇങ്ങനെ ഉടക്കുക കേട്ടാ. അത് ചാടാൻ ഇവിടെ വേസ്റ്റ് കൊട്ടുണ്ട്, അതിലിട്ടാൽ മതി കേട്ടാ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ആയിക്കോട്ടെ. ആദ്യം ഞാൻ വിളിക്കുന്നത് സയ്യിദ് മുൻദിർ. ഹാവ് എടുത്താട്ടെ. സയ്യിദ് മുൻദിർ എടുത്ത് ശരിയല്ല. ഇനി അടുത്ത വിളിക്കുന്നത് ഞാൻ ഹബീബ ഹാരിസിന്. ഹബീബ. ദാൽ എടുത്താട്ടെ. ദാൽ അല്ല, തെറ്റ് പറ്റിപ്പോയി. ഓക്കെ, അതല്ലേ ദാല് അല്ലേ? അണിച്ചോള്. ഇതാണ് ദാൽ കേട്ടാ. അപ്പൊ അത് ആ ഗ്ലാസ്. മുഹമ്മദ് ഹംദാൻ എടുക്കേണ്ടത് താഴ്. ഓക്കെ, ഹംദാൻ എടുത്ത ശരിയല്ലേ? ഓക്കെ, താഴ് എടുത്തു. ഓക്കെ. ഇനി അടുത്തത് അസീം എടുക്കേണ്ടത് അസീം ശരിയല്ലേ? ഓക്കെ. അതെന്താ? കടലാസ് പറിച്ചിട്ട് വെക്ക്, അക്ഷരം പറിച്ചിട്ട് വെക്ക്, ഗ്ലാസ് ഉടക്ക്. അടുത്തത് നമ്മുടെ ഫർഹ മുസ്തഫ. മീം എടുക്ക്. മീം. ഓക്കെ. കടലാസ് പറിച്ചു, ഇവിടെ അക്ഷരം പറിച്ചു വെക്കോ, ഗ്ലാസ് ഉടച്ചോളി, അവിടെ വെക്കാം. അടുത്തത് ഐറാജസ. ഏതെങ്കിലും അക്ഷരം എടുത്തിട്ട് ഐറാജസ പേര് പറഞ്ഞോ. അപ്പോ ഓക്കെ, ഇയാളെ കൊണ്ട് പേര്. ഇനി അടുത്തത് പിന്നെ മുഹമ്മദ് സീപ്പി. കാഫ്. അല്ല. അടുത്ത ഫർഹാൻ. കാഫ് എടുത്ത ആ കാഫ് നീ എടുക്ക്. ഗുഡ്. മുഹമ്മദ് സീപ്പി, ഇതാണ് കാഫ് കേട്ടാ. ഇത് പൊട്ടിക്ക്. ഇനി അടുത്തത് നമ്മുടെ പിന്നെ റമീൻ. വാവ് എടുക്കാട്ടെ. വാവ് കാട്ടു. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, പൊട്ടിക്കോ. അവിടെ അക്ഷരം അവിടെ പറിച്ചു വെക്ക്. ഇനി അടുത്തത് പിന്നെ സൈനബ്. നോൻ. വെരി ഗുഡ്. ഇതല്ലേ നോൻ? ഓക്കെ. അക്ഷരം ഗ്ലാസ് പൊട്ടിച്ച ഇവിടെ ഇട്ടോ. ഇനി അടുത്തത് 3 ക്ലാസ് അല്ലേ? റിഷാൻ മുഹമ്മദ് വരൂ. പിന്നെ നമ്മളെ റിഷാൻ മുഹമ്മദ്. ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമ. ലാം. വെരി ഗുഡ്. ഓക്കെ. ഇനി ആരാ വരാൻ ബാക്കി? ഫാദി. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് അലിഫെടുക്ക്. ഗുഡ് അല്ലേ? അപ്പൊ അതാണ് ഇടാം. ഇനി ഇവിടെ വന്നിട്ടല്ലാലോ. ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ച അക്ഷരത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അയ്യോ, ഞാൻ പറഞ്ഞോ. അങ്ങനെയല്ല. എന്നാ ഞാൻ പറഞ്ഞെന്ന് കേൾക്കണേ. അയാളുടെ പേര് ഞാൻ കേട്ടെ. ആദ്യം നമുക്ക് ബിസ്മി അല്ല,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി ചൊല്ലിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ചൊല്ലിയാൾക്ക് പേര് പറയാൻ കിട്ടൂലേ? ആ അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് പുതിയ അക്ഷര കൂട്ടുകാരന് പഠിക്കുകയാണ്. അല്ലാഹുവേ ആ അക്ഷരത്തിന്റെ പേര് ഒരിക്കലും നമ്മൾക്ക് നീ മറപ്പിച്ചു തരല്ലേ. അപ്പൊ നമുക്ക് പേരിടണ്ടേ? ഇടണ്ടേ? പേരിടണ്ടേ? ആ ഉസ്താദ് ഇട്ട് തരാം. ജീം 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 പറഞ്ഞ ജീം 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 ജീം. ആ ജീമും അല്ല ജീമും അല്ല, പകരം ജീം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അടുത്ത ക്ലാസ് നടക്കുന്നത് ഒരു പൊതു സമ്മേളനത്തിലേക്ക് പോയിട്ട് അവിടെയുള്ള വേര് സെറ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് നടക്കുന്നത്. വേര് സെറ്റ് ചെയ്യുന്ന ക്ലാസ്. അപ്പൊ അതിന്റെ പാർട്സുകളൊക്കെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാ, സെറ്റ് ആക്കണം ഇൻഷാ അല്ലാ. കേട്ടാ? ഓക്കെ പറഞ്ഞ? ഇൻഷാ അല്ലാ പറഞ്ഞ? അപ്പോ വേദിയുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം തുടങ്ങാണ്. നോക്ക്, ഒരു ചിത്രം കണ്ടോ? ചിത്രം കണ്ടോ? ഞാൻ പറഞ്ഞ ഈ ചിത്രം നോക്ക്. ഈ ചിത്രം കണ്ട എന്താ പറയാ അറിയോ? ജമല. ആ ഇതാണ് ജബലാണ്. ജബല്. ആ നമുക്ക് പറയാം ജബലാണ് കേട്ടാ. വലിയ പർവ്വതമില്ലേ, വലിയ മലയില്ലേ, ആ മലന്റെ കളറാണ്. അപ്പൊ ഇവിടെ എന്താ ഉസ്താദ് പറയുന്ന ശക്തി കാര്യങ്ങൾ വർത്തമാനം പിന്നെ പഠിക്കാൻ കഴിയൂല. അപ്പൊ ഇതിലൂടെ കഴിച്ചു ഇപ്പൊ എന്തായി? ആ അതെവിടെ നോക്കാം. ഇയാള് പറയുന്നത് ടി വി ആണ്. ഇപ്പൊ ടി വി ആണ്. ഇപ്പൊ ടി വി ആയിക്കോട്ടെ. അതിന് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഹാല് മാറും. എല്ലാ സാധനങ്ങളും ഉസ്താദ് കൊണ്ടുവന്നിട്ട് സെറ്റപ്പ് ആക്കുമ്പോ ശരിക്കും ശ്രദ്ധിച്ചവർക്ക് കാണാൻ കഴിയൂല. അപ്പൊ നോക്ക്, ഒന്നിത് വായിച്ചാട്ടെ. ഈ ജീവൻ അറിയാൻ നമ്മൾ പഠിച്ചില്ലേ? ആ ജബല്, അത് അവിടെ വെക്കട്ടെ. ജബൽ എന്ന് പറഞ്ഞ തെറ്റ്. ഇതെങ്ങനെ പഠിച്ചല്ലേ? എന്താ സാധനം? ജബൽ എന്ന സാധനം എന്താ? മല. മല. ഇനി നമുക്കുണ്ടല്ല അടുത്ത പരിപാടി ഓരോന്നോരോ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടാ. ആ അടുത്ത് വന്ന് പഠിക്കണേ. ഇനി അടുത്ത പരിപാടി ഉസ്താദ് ഓക്കെ നോക്കെ. അടുത്ത പരിപാടി നമുക്ക് നോക്കാം. അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം. വേറെ പണിയുണ്ട്. ഇനി നമ്മുടെ അടുത്ത സെറ്റപ്പിലേക്ക് നീങ്ങുന്ന അടുത്ത സെറ്റപ്പ് ഇതാണ്. നോക്കിക്കോളി. നമ്മളെ പൊതു സ്റ്റേജായി മാറി. കേട്ടാ. ആ ഇനി അടുത്ത സാധനം. ഇനി കുറെ അക്ഷരങ്ങളുണ്ട്. അടുത്ത ഇനി അക്ഷരങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാ. അക്ഷരങ്ങളൊക്കെ സെറ്റ് ചെയ്തേ. അടുത്ത മൂന്നാമത് സാധനം കൊടുക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചവർക്ക് കാണാൻ കഴിയുമല്ലോ. മൂന്നാമത് എന്തൊക്കെയുണ്ട്? ഇത് കണ്ടോ? ആ ഇതിന്റെ പേരെന്താ? എന്താണ് ഇതിന്റെ പേര്? ഇത് കണ്ടാൽ എങ്ങനെയുണ്ട്? ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്ന ആള് നിൽക്കുന്ന പേര് കേട്ടാ. അപ്പൊ നമ്മുടെ പീഠം എന്ന് പറയും പ്രസംഗപീഠം. പ്രസംഗപീഠത്തിന്റെ പേര് ജീം. എന്റെ പേര് ജീം. അപ്പൊ ജീമിനെ അടുത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും. ശരിയാണ്. അടുത്ത കളിയാ. പറയാ കസേരകളുണ്ട്. കസേരകൾ നമുക്ക് നിർത്താനുണ്ട് വേദിയിൽ കേട്ടാ.
ശരി. അടുത്ത പരിപാടി നമുക്കുണ്ടല്ലോ, വേദിയിൽ കസേര സെറ്റ് ചെയ്യണം. വേദിയിൽ കസേര സെറ്റ് ചെയ്യണം. നോക്ക്, എല്ലാവർക്കും കാണൂല. കസേര കണ്ടോ? അവർ ഈ കസേര ഇവിടെ വെച്ചു. ഇവിടെയും വെച്ചട്ടാ. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്ക്, കുറെ അക്ഷരങ്ങളുണ്ട്. ഇതാ 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 ഓരോ നോക്കണേ. ഈ അക്ഷരത്തിന്റെ പേരെന്താ പറഞ്ഞേ? ആ, ജീമിന് ഫത്തഹുണ്ടാ കസറുണ്ടാ? ഉണ്ടാ? അല്ല പറ, ജീമിന് ഫത്തഹുണ്ടാ കസറുണ്ടാ? ഇല്ല. ആ, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാ? ജീമിന് ഫത്തഹ് ഇട്ടിട്ടുള്ള അക്ഷരത്തെ സെറ്റ് ചെയ്യണം. ആ, നിങ്ങളെ വീട്ടിൽ നല്ല പിന്നെ കസേര ഉണ്ടായാലേ മറ്റേ ഇതുണ്ടാവല്ലേ, സോഫ. ആ സോഫയിൽ കുഷൻ ഉണ്ടാവലില്ലേ? സോഫ കുഷൻ ഉണ്ടാവലില്ലേ? ആ കുഷനാണിത്. ഈ കുഷൻ നമുക്ക് ഇവിടെ വെക്കാം. ഇതാ ഈ കസേര മേൽ വെക്കാം. ഓക്കെ, ക്ലിയറല്ലേ? അല്ലേ? ഇനി ജാ. ആ, ജീമിന് ഫത്തഹ് ഇട്ടിട്ട് ജാ. ഇനി അടുത്ത ജീമിന് കസ ഇട്ടിട്ടോ. ജീമിന് കസ ഇട്ടിട്ട് ജി. അത് ഇവിടെയും വെക്കുന്നത്. ആ, ഇനി അടുത്തതോ? ഇവിടെ നോക്കണേ. ജോ അല്ലെ? ജീമിന് വെമ്മിട്ടിട്ട് ജോ. അത് എവിടെയും വെക്കുന്നേ? ഇതാ ഈ ബാക്കലത് പിന്നീട് കസേരയിൽ വെക്കുന്നേ. ആ, ബേക്കൽ വെച്ച്. ഇനി അടുത്ത ജെ. ഇവിടെ കണ്ട ജെ. ഇനി ഇതാ ജീമിന് സുക്കൂനിട്ടിട്ട് ജെ. ഇത് എവിടെ വെക്കുന്നത്? ഫാത്തിമ. ഇവിടെ നോക്കുന്നില്ല ചേട്ടാ. ഇതാ ബേക്കൽ ഇവിടെ വെച്ച്. അപ്പൊ ഇതിവിടെ സെറ്റാക്കി. ഇനി ഓരോ അക്ഷരമുണ്ട്. ലാസ്റ്റ് ആളുള്ളത് ജോൻ. അപ്പൊ നമ്മുടെ വേദി എന്തായി? സെറ്റായി. നമ്മുടെ സമ്മേളന വേദി എന്തായി? ഇപ്പൊ ടി വി മാറിയിട്ട് ഇപ്പൊ എന്തായി? സമ്മേളന വേദിയായി. ഇത് നമുക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യണ്ടേ? ആ ഉദ്ഘാടകനായ ഉസ്താദ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടകനായ ഉസ്താദ് വരുന്നുണ്ട്. വലൈക്കും സലാം. അപ്പൊ ഉസ്താദെ, നമ്മളെ വേദിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ കുട്ടികളും സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഉദ്ഘാടനം ഉസ്താദിന്റെ ഉദ്ഘാടനമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമ്മേളന ഉദ്ഘാടനമാണ്. അല്ലല്ല, ഇത് കണ്ടാ തിരിഞ്ഞില്ലേ? നല്ല സ്റ്റേജ് പേരൊക്കെ കാണുമ്പോൾ ഒരു സമ്മേളനം നടക്കാൻ ഇവിടെ ജീവനെ കുറിച്ചുള്ള സമ്മേളനം. അത് 3 ദിവസം ഉണ്ടാവും. ഇന്ന് നാളെ മറ്റന്നാള് അതിന്റെ ഉദ്ഘാടനം ഇന്ന് ഉസ്താദ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജാബിർ ഉസ്താദ് 2 വാക്കില് നമ്മുടെ ജബലിൻ സമ്മേളനം എന്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജാബിർ ഉസ്താദിനെ ആളുകൾ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവരും നല്ല പഠിക്കുന്നുണ്ടോ? എന്താ പരിപാടി ഇവിടെ? സമ്മേളനം. സ്റ്റേജിൽ എന്നുള്ള പറഞ്ഞിട്ട് വളരെ ഉഷാറാക്കളല്ലേ? അപ്പൊ നമ്മള് സ്റ്റേജിന്റെ കൂടെ നല്ലൊരു മലയുണ്ട്. പരിപാടി കൊണ്ട് കസേരയുണ്ട്, വിശിഷ്ടാതിഥികൾക്കുള്ള എല്ലാ ഉദ്ഘാടകരുണ്ട്. വലിയ വലിയ ആൾക്കാർക്ക് കസേര പ്രത്യേകം ഉണ്ട് അല്ലേ? അപ്പൊ നമ്മള് പരിപാടി ഉദ്ഘാടനം ചെയ്യണ്ടേ? പിന്നെ നിങ്ങള് ബാക്കി പരിപാടി നടത്തൂലേ? എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടോ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറാ. അതിന് അടുത്ത നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ക്ലാസ്സിന്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് എടുത്തുക പഠിക്കാം. എല്ലാവരും ആളെ സെറ്റപ്പിൽ ഇരിക്കണേ. അപ്പൊ നമ്മൾക്കിന് ജീമ് എങ്ങനെ എഴുതാം, അതാണ് നമ്മൾ അടുത്ത പരിപാടി. ജീം എങ്ങനെ എഴുതാം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മക്കളെ, ജീം എങ്ങനെ എഴുതാം. ഉസ്താദ് ബോർഡിൽ എഴുതുന്നത് നോക്കണേ. എല്ലാവരും നോട്ടെടുത്തില്ലേ? ഇനി ഉസ്താദ് ബോർഡിൽ എഴുതുന്ന പോലെ തുടങ്ങാം. നമ്മളെ ജീമിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത്, ജബലിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത്, ബാക്കി പരിപാടി ചെയ്ത്. അപ്പൊ എല്ലാ മക്കളും ആദ്യം ഇവിടെ ഇങ്ങനെ പേന വെക്ക്. പറയുന്നത് കേൾക്കുന്നില്ല, പറയാൻ ശ്രദ്ധിക്കുന്നില്ല. ഷംസ ഫാത്തിമ ഇവിടുന്ന് ഇങ്ങനെ പെൻസിൽ വെക്ക്. ഇങ്ങനെ കൊണ്ടുപോയ എങ്ങനെ വരച്ച. ഇനി ഇവിടുന്ന് ഇങ്ങനെ വരച്ച, ഇങ്ങനെ അങ്ങനെ വരച്ചോട്ടെ. വരക്ക്. അതുപോലെ വരക്കണേ, ക്ലിയർ ആവണേ. വരച്ചില്ലേ? ആ വേല എങ്ങനെയാണോ
തെറ്റിപ്പോയ വീണ്ടും വരക്കാം. ഇതാ ഇങ്ങനെ ഇവിടുത്തെ വര അങ്ങനെ വരച്ച, അങ്ങനെ വരച്ചിട്ട് ആ സ്വന്തമാണ് ശ്രദ്ധിക്കുന്നില്ലേ? ആ എന്റെ അടിയെ പൊള്ളിയിട്ട് കൊടുത്തേ. എല്ലാവർക്കും എഴുതാൻ കഴിയോ? എല്ലാവർക്കും എഴുതാൻ കഴിയും. ആ ഇനി ഉസ്താദ് നിങ്ങളുടെ നോട്ടിൽ എഴുതി തരും. അതുപോലെ നിങ്ങൾ വരച്ചാൽ മതി, മുകളിൽ വരച്ചാൽ മതി. തുടക്കം എവിടുന്നാന്ന് മനസ്സിലാക്കുന്നത്. 1 ഭാഗത്തുനിന്ന് ഇങ്ങനെ 2ലേക്ക് പോവാ, 2 3 വരിക, 3 4 5 ഇങ്ങനെ വരണം. ആ മുസ്തഫ എവിടുന്ന ജീമ എവിടുന്ന തുടങ്ങുന്നത്? ഇതാ ഇതിന്റെ മുകളിൽ എഴുതി കാണിച്ച, ഈ ചോന്നതിന്റെ മുകളിൽ എഴുതി കാണിച്ച എവിടുന്ന തുടങ്ങല്? ഓക്കെ ശരി, 5 മാർക്ക്. മോള് എവിടുന്ന തുടങ്ങല്? എനിക്ക് ഈ വേറെ പെൻസിലാണ്, ഈ പെൻസിലാണ്. ഐറാജ ആ ഇവിടെ സ്വന്തമായിട്ട് എഴുതി കാണിക്കണം. ബാക്കി മാഷാ അല്ലാ 10 മാർക്ക് കേട്ടോ, സ്വന്തമായിട്ട് എഴുതി. ഐറാജ എവിടെ നിന്ന് തുടങ്ങല്? ആ ഞാൻ കണ്ടു. ആ ഓക്കെ 5 മാർക്ക് എഴുതിന്. പിന്നെ സൈനബ് എവിടെന്നാ തുടങ്ങിയത് എഴുതാന്? ഇങ്ങനെ മുന്നിൽ വെക്കുന്നു. ആ ഓക്കെ 5 മാർക്ക്. ചന്ത എവിടുന്ന ഇതില് തുടങ്ങല്? ഇവിടുന്ന് തുടങ്ങി. ഓക്കെ 5 മാർക്ക്. ഓക്കെ ഇനി സിനാൻ എവിടുന്നാണ് തുടങ്ങുന്നത്? ടീം എവിടെ തുടങ്ങുന്നത്? നീ ഇങ്ങനെ തുടങ്ങി തെറ്റാ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി. ചേട്ടെ അതീമേ എവിടുന്ന തുടങ്ങുന്നത്? മാർക്ക്. ഇത് സ്വന്തമായിട്ട് മീൻ പറ. എവിടുന്ന സയ്യിദ് മുൻകര ടീം തുടങ്ങുന്നത്? ഓക്കെ 5 മാർക്ക്. റമീൻ എവിടുന്ന മോനെ ടീം തുടങ്ങുന്നത്? അഞ്ച് മാർക്ക്. ഇനി വേറെ സ്വന്തമായി ചെയ്തോണേ. എവിടുന്ന തുടങ്ങല്? ആ കാണിക്ക്, ആ ഇതെന്ന രൂപം കാണിക്ക്. അത് ഉസ്താദിന് ബോധ്യപ്പെടണം. ആ അങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടാ, വരുന്നുണ്ട്. ഓക്കെ 5 മാർക്ക്. ഇഷാൻ മുഹമ്മദ് എവിടുന്ന തുടങ്ങുന്നത്? ടീം എഴുതാൻ തുടങ്ങുന്നത് ഇവിടുന്ന്. ഓക്കെ ഇനി അവിടെ നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കണേ. 5 മാർക്ക്. എവിടുന്നാണ് തുടങ്ങേണ്ടത്? ആ ഓക്കെ അത് തുടക്കം കാണിച്ചെന്നാൽ മതി. അവിടുന്ന് അങ്ങനെ പോട്ടാ. ആ പോട്ടോ. മുഹമ്മദ് സിപി എവിടുന്ന് തുടങ്ങുന്നത്? ഓക്കെ താഴോട്ട് അങ്ങനെ പോട്ട്, അവിടുന്ന് അങ്ങനെ പോട്ട്. ഓക്കെ കാണിക്കൂ. ഓക്കെ 5 മാർക്ക് കേട്ടാ. ഓക്കെ ആ ഫാദിലോട്ടോ. ടീം എവിടെ? ഫാദി എഴുതുന്ന കാണിക്ക്. ആ ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും എഴുതി കാണിച്ചു അല്ലേ? ദിനാല് കാണിച്ചെന്നില്ലേ? ഒരു വട്ടം എഴുതി കാണിച്ചെന്ന്. ഓക്കെ എവിടെ തുടങ്ങല്? ഇവിടുന്ന് തുടങ്ങാം കേട്ടോ. ആ ഓക്കെ ലാസ്റ്റ് നമുക്കൊരു പാട്ട് പാടാം കേട്ടോ. ഓക്കെ നിങ്ങൾ പാടണേ. പാട്ടല്ലേ? ഉമ്മ കേട്ടിടണേ, ഞാൻ പറയുന്നത് കേട്ടിടണേ. 1ാം ക്ലാസ്സിൽ പോയ നേരം ജബലുൻ എന്ന് പഠിച്ച നേരം ജീമിനെ നമ്മൾ കണ്ടുപിടിച്ചോ. ഓ അവല ജീമിനെ നമ്മൾ കണ്ടുപിടിച്ചോ. ഉമ്മ കേട്ടിടണേ, ഞാൻ പറയുന്നത് കേട്ടിടണേ. 1ാം ക്ലാസ്സിൽ പോയ നേരം
ജബലുൻ എന്ന് പഠിച്ച നേരം ജീമിനെ നമ്മൾ കണ്ടുപിടിച്ച് ആ ജീമിനെ നമ്മൾ കണ്ടുപിടിച്ച് സല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ സല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ